വിവാഹത്തിന് കാലാവധി എന്ന് പറയുന്നത് 7 ദിവസമാണ്. 7 ദിവസത്തിനുള്ളിൽ തന്നെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തു. അവർ ജീവനാംശമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് 40 ലക്ഷമാണ്. ഈ 7 ദിവസം കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും 40 ലക്ഷം ജീവനാംശം ചോദിച്ചു. ജീവനാംശം കൊടുക്കാമെന്ന് പറഞ്ഞത് 30 ലക്ഷമാണ്. അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ജഡ്ജ് പറഞ്ഞു 31 ലക്ഷം. അപ്പോൾ ജീവനാംശം ആവശ്യപ്പെട്ടു 35 ലക്ഷം. അപ്പോൾ ജീവനാംശം കൊടുക്കാമെന്ന് പറഞ്ഞു 31.5 ലക്ഷം. ഫൈനലി ഡീൽ ആയിട്ടുള്ളത് ഇതൊരു കച്ചവടം പോലെ ആയിപ്പോയി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗൈനിങ്ങും കാര്യങ്ങളൊക്കെ പോലെ ആയി. ലാസ്റ്റ് ഫൈനൽ ഡീൽ എന്ന് പറയുന്നത് 31 ലക്ഷത്തിലാണ്. 31 ലക്ഷത്തിൽ പരിപാടി ക്ലോസ് ചെയ്തു. എന്താണല്ലേ, കോടതിയിലൊക്കെ അർത്ഥത്തിൽ ലേലം വിളി തന്നെയാണ്. ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് നാണമില്ലേ, വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് സുപ്രീം കോടതി തന്നെ ചോദിച്ചിട്ടാണുള്ളത്. നമുക്കൊരു കേസ് എടുക്കാം. ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഒരു കേസ് ഉണ്ടായിരുന്നു. അതിൽ ആൽമണി ആയിട്ട് ചോദിച്ചിട്ടുള്ളത് 12 കോടി രൂപയും ഒരു BMW കാറും പിന്നെ മുംബൈയിൽ ഒരു ഫ്ലാറ്റും. ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു സ്ത്രീ ഇപ്പോൾ ആൽമണി ആയിട്ട് ജീവനാംശമായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇവരുടെ വിവാഹം കഴിഞ്ഞ്